മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കോതമംഗലത്ത് അവിടെ ഭൂത്താങ്കട്ടടുത്ത് സിനിമാ ചിത്രീകരണത്തിനിടെ കാട് കയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തി എന്നുള്ളതാണ്. വനംവകുപ്പിന്റെയും RRTയുടെ നേതൃത്വത്തിലുള്ള 50 അംഗ സംഘമാണ് തിരച്ചിൽ നടത്തിയത്. ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തടത്താവിള മണികണ്ഠൻ എന്ന ആനയുടെ കുത്തേറ്റ് ഇന്നലെയാണ് പുതുപ്പള്ളി സാധു ഉൾക്കാട്ടിലേക്ക് കയറിയത്. ഡാനി എന്നാലും ആശ്വാസകരമാണ് സാധുവിനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത്. എന്നാലും ഉൾക്കാട്ടിലേക്ക് അധികം പോകാതിരുന്നതാണോ എളുപ്പത്തിലാക്കിയത് കാര്യങ്ങൾ? തീർച്ചയായും എൽദോ അത് തന്നെയാണ്. കാരണം ഉൾക്കാട്ടിലേക്ക് അധികം പോയിട്ടില്ല എന്നത് തന്നെയാണ്. ഈ തുണ്ടത്തിൽ റേഞ്ച്, ആ തുണ്ടത്തിൽ ഫോറസ്റ്റ് റേഞ്ചിന്റെ അതിന്റെ പരിധിയിൽ തന്നെ അത് ഉണ്ടായിരുന്നു എന്നാണ്. ആദ്യഘട്ടത്തിൽ ഇത് ഉൾക്കാട്ടിലേക്ക് പോകാൻ, കാരണം ഇടമലയാറിന്റെ അതൊരു പരിസര പ്രദേശങ്ങളെല്ലാം നിബിഡ വനങ്ങളാണ്. അകത്തേക്ക് പോകും തോറും കൂടുതൽ കാട്ടിലേക്ക്, ചതുപ്പിലേക്ക് എല്ലാം തന്നെ പോകുന്നൊരു സാധ്യതകളുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ അനുമാനിച്ചിരുന്നത് അത്ര ദൂരം ആന സഞ്ചരിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയായിരുന്നു. കാരണം ഇന്നലെ രാത്രിയോടുകൂടി ഇരുട്ട് പരന്നതോടുകൂടിയാണ് ഈ ദൌത്യം ഉപേക്ഷിക്കുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള സമയത്തേക്ക് ആന നീങ്ങാനുള്ള ഒരു സാധ്യത അത് കൂടുതൽ കണക്കിലെടുത്തിരുന്നു. മുന്നോട്ട് പോയേക്കാമെന്ന് തന്നെയാണ് സാധ്യത കണക്കിലെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ന് വലിയ രീതിയിൽ നിരീക്ഷണം നടത്തേണ്ടി വരുമെന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു. പക്ഷേ കൃത്യമായി ആനയെ ട്രാക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ട് അനുമാനമുണ്ടായിരുന്നു. കാരണം ഈ വനപരിധിയിൽ അവിടെയെല്ലാം തന്നെ നിരീക്ഷണ ക്യാമറകൾ, വന്യമൃഗങ്ങളുടെ ഒരു സഞ്ചാരം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. അതിലെല്ലാം തന്നെ ആനയുടെ ചിത്രങ്ങൾ പതിഞ്ഞതായിട്ട് കണ്ടെത്തിയിരുന്നു. പിന്നീട് ഇന്ന് രാവിലെ ഇതിന്റെ ഈ ആനയുടെ കാല് പതിഞ്ഞ ഇടങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ അത് കണ്ടെത്തി മുന്നോട്ട് പോകാനായിട്ട് എല്ലാം തന്നെ സാധിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയും ശുഭപ്രതീക്ഷ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ആനയെ കൃത്യമായി സാധുവിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി അത് ആനയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഏത് രീതിയിൽ എന്നതാണ് ഇനിയിപ്പോൾ ആലോചിക്കുന്നത്. ഇതിപ്പോൾ പരിക്കുകളോ ഒന്നും തന്നെയും കണ്ടെത്തിയിട്ടില്ല. ആനയുടെ ശരീരത്ത് ആരോഗ്യവാനാണ് എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. എങ്കിലും അത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അത് ഭക്ഷണം കഴിച്ചത്. പിന്നീട് മറ്റൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വെള്ളം അത് ലഭിച്ചിട്ടുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം ഈ നീർച്ചോലകളുള്ള ഒരു പ്രദേശം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലേക്ക് വലിയ ജലത്തിന്റെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നേരിട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആന ആരോഗ്യവാനാണ് എന്ന രീതിയിൽ തന്നെയാണ് ഒരു കണക്ക് കൂട്ടലുള്ളത്. ഇതിനെ എങ്ങനെയാണ് തിരിച്ച് കൊണ്ടുവരിക എന്നത്, വണ്ടിയിലേക്ക്, വാഹനത്തിലേക്ക് എത്തിക്കാവുന്ന ഒരു ദൂരം അതിലാണോ നിൽക്കുന്നതെന്ന് സംബന്ധിച്ച് പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ടില്ല. അത് മാത്രവുമല്ല, ഇതിൽ മറ്റ് ചങ്ങലകളോ മറ്റൊന്നും തന്നെയും ആനയുടെ ദേഹത്ത് ഇല്ല താനും. അപ്പോൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ പരിചിതമായ പാപ്പാനും ഉടമയും എല്ലാം തന്നെ എത്തിയാൽ മാത്രമേ ആ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നടക്കുകയുള്ളൂ, അനുനയിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുള്ളൂ. പക്ഷെ അവരെല്ലാം അതിലൊരു ശുഭപ്രതീക്ഷയാണ്. കാരണം വലിയ അനുസരണക്കേടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ പ്രകടിപ്പിക്കാത്ത ഒരു ആന തന്നെയാണ്. വലിയ ആരാധക വൃന്ദമുള്ളതാണ്. ഏതാണ്ട് 97-98 അസമിൽ നിന്ന് ആനയെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. പിന്നീട് ഈ കേരളത്തിന്റെ ഒരു നാട്ടുശീലങ്ങളെല്ലാം തന്നെ അതിന് തീർത്തും പരിചിതമായ വഴക്കമുള്ളൊരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാടിന്റെ ഒരു സാഹചര്യത്തിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ട്. 57 വയസ്സുള്ള ആന. അപ്പോൾ തിരിച്ച ആന കാട്ടിലേക്ക് കയറുമ്പോൾ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. കാട്ടാനകൾ എല്ലാം തന്നെ വളരെ വിഹാരമുള്ളൊരു സ്ഥലമാണ് ഈ പ്രദേശമെന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായും പോസിറ്റീവായിട്ട് തന്നെയാണ്. ഉൾക്കാട്ടിലേക്ക് വടവും മറ്റ് സംവിധാനങ്ങളുമായിട്ട് വനപാലകരടക്കം അകത്തേക്ക് പോയിട്ടുണ്ട്. ഒപ്പം തന്നെയും ആനയുടെ പാപ്പാനും ഉടമസ്ഥനും എല്ലാം തന്നെ അകത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ, വലിയ സങ്കീർണതകളില്ലാതെ ആനയെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നിലവിലുള്ള ഒരു പ്രതീക്ഷ. ഡാനി, ഈ ഒരു പ്രശ്നം, ഇപ്പോ ആ തേക്ക് പ്ലാന്റേഷൻ ഉണ്ട്, പ്ലാന്റേഷൻ അപ്പുറത്തേക്ക് ഒരു ചതുപ്പ് സ്ഥലമാണ്, അതിനുമപ്പുറത്തേക്ക് ഉൾക്കാടാണ്. അപ്പോൾ ഈ ആനയെ അവിടെ തന്നെ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആനയുടെ പരിസരത്ത് ആനയുടെ പാപ്പാനോ അല്ലെങ്കിൽ പാപ്പാന്മാരോ ഒക്കെ ഉണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ടോ? ആനയെ അവിടെ തന്നെ കൂടുതൽ ദൂരത്തേക്ക് പോകാത്ത രീതിയിൽ? എൽദോ, നിലവിലുള്ളൊരു വിവരങ്ങൾ ആനയുടെ പാപ്പാൻ, ഉടമ ഇവരെല്ലാം തന്നെ അതിന്റെ പരിസരത്തേക്ക് രാവിലെ അവിടേക്ക് കൊണ്ടുചെല്ലാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അവര് അതിനടുത്തേക്ക് എത്തുന്നു എന്നുള്ളൊരു സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെയും ആന മാത്രവുമല്ല, ആന കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കുന്നില്ല. അത് ആ ഭാഗത്ത് തന്നെ നിലയുറപ്പിക്കുകയാണ്. അതല്ലെങ്കിൽ ആ ഭാഗത്ത് തന്നെയാണ് അത് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയും അകത്തേക്ക് ഇപ്പോൾ കയറാനുള്ള ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ സമയം കൊണ്ട് തന്നെയും പാപ്പാന്മാരും മറ്റും ആ സ്ഥലത്തേക്ക് എത്താനും അതിന്റെ
അടുത്തേക്ക് വരാനും എല്ലാം തന്നെ സാധിക്കുകയും ചെയ്യും. നേരത്തെ ഇത് സൂചിപ്പിച്ചതുപോലെ ഈ ചതുപ്പ് നിറഞ്ഞ ഒരു പ്രദേശം കൂടി, തേക്ക് പ്ലാന്റേഷൻ കഴിയുമ്പോൾ ചതുപ്പ് നിറഞ്ഞ ഒരു പ്രദേശം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയേണ്ടത് അതിനപ്പുറത്തോ അത് കടന്നു ഇന്നലെ നീങ്ങുന്നുവെന്നായിരുന്നു, പക്ഷെ അത് തിരിച്ച് ഇറങ്ങിയോ എന്നുള്ളതാണ്. കാരണം എങ്കിൽ മാത്രമാണ് ഈ വാഹനത്തിലേക്ക് കയറ്റുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എളുപ്പമാകുകയുള്ളൂ. മാത്രവുമല്ല ഇതിനെ വടം കെട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടി സമയം അതിന്റെ ഒരു അപ്ഡേഷന് വേണ്ടി എടുത്തേക്കും. പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് ആരെയും തന്നെയും കയറ്റിവിടുന്നില്ല. അത് സ്വാഭാവികമായും അത് വനപാലകരുടെ നിയന്ത്രണത്തിൽ, മാത്രവുമല്ല ഈ സാഹചര്യങ്ങൾ സങ്കീർണമാകാതെ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരൊരു ഫോറസ്റ്റ് ഓഫീസർമാരെ അടക്കമുള്ളൊരു നിയന്ത്രണത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തിരിച്ച് ഇറങ്ങുമ്പോൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നിലവിൽ അറിയാൻ കഴിയുന്നത് വലിയ സങ്കീർണതകളില്ലാതെ, വലിയ വിഷയങ്ങളില്ലാതെ സാധു എന്ന ആനയെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് പകരുന്നത്. അത് തന്നെയാണ് ഈ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ടവരും തന്നെ അറിയിക്കുന്നത്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഒരു ആനയാണ് ഇതുവരെ തൃശൂർ പൂരത്തിലടക്കം എല്ലാം തന്നെ അതിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. അപ്പോൾ ഇതുവരെയും അങ്ങനെ ഒരു മതപ്പാടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അതിനെ അനുനയിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ തന്നെ കഴിയും. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ആനപ്പാപ്പാനും ആനപ്പാപ്പന്മാരും ഉടമയും അടങ്ങുന്ന ഒരു സംഘം അതിനടുത്തേക്ക് എത്താറായി എന്ന് തന്നെയാണ് ഒടുവിൽ ലഭ്യമാകുന്ന ഒരു വിവരം. എന്നാലും സാധുവിനെ കണ്ടെത്താൻ കഴിഞ്ഞു. ഇനി സാധുവിനെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ശ്രമകരമായിട്ടുള്ള ദൗത്യം. ആ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ആനയെ നമുക്ക് പൂർണ്ണ ആരോഗ്യവാനായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതും ആശാവഹമാണ്, പ്രതീക്ഷ നൽകുന്നു. ആന കൂടുതൽ നീങ്ങുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഘടകം. എൽദോസ് ബേബി വടാട്ടുപാറ അവിടെ മെമ്പറാണ്. എൽദോസ്, ഈ ആനയെ കണ്ടെത്തി എന്നുള്ളത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാമോ? നിലവിൽ ഇപ്പൊ ആനയെ കണ്ടെത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു 4 വർഷവും കൂടിയിട്ട്. ഇപ്പൊ നിലവില് അത് സിനിമ ഷൂട്ടിംഗ് നടന്ന മേഖലയുണ്ട്. ഇപ്പൊ തുണ്ടത്ത് നെടുമേർ പോകുന്ന വഴി ഒരു പാറയുടെ ഭാഗത്താണ്. ആ ഷൂട്ടിംഗ് നടന്ന തൊട്ടടുത്ത് തന്നെയാണ് ഈ ആന ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ. അവിടുന്ന് ഒരു ഏകദേശം വെച്ചിട്ടുണ്ടെങ്കിൽ ഷൂട്ടിംഗ് നടന്ന തൊട്ടടുത്ത പ്രദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറെ അടുത്തല്ല, ഇച്ചിരി ഉള്ളില് ഏകദേശം ആ ഭാഗത്ത് തന്നെ. ഇപ്പൊ 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് അത്ര ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റുള്ള ആളുകളെ നമ്മൾ കടത്തി വിടുന്നില്ല. ഈ കണ്ടെത്തിയത് എങ്ങനെയാണ് ആനയെ? അല്ല, അവര് നിലവില് രാവിലെ തൊട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വാച്ചർമാരെല്ലാം ഇങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് തെരച്ചിൽ നടത്തുകയായിരുന്നു. ഒരു ആനയുടെ പാപ്പാൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ആന എങ്ങനെയാ ആനയുടെ പാപ്പാനോടൊക്കെ മെരുങ്ങി തന്നെയാണോ ഇടപെടുന്നത്? അല്ല, അങ്ങനെ അത് ഇപ്പൊ നിലവിലത്തെ അവിടേക്ക് വേറെ പുറത്തുനിന്നുള്ള ആരെയും കടത്തി വിടുന്നില്ല. ഇപ്പൊ നമ്മളവിടുന്ന് വിളിച്ച് കിട്ടിയ ഒരു ഇൻഫർമേഷൻ നമ്മളെല്ലാം പുറത്താണുള്ളത്. കൂടെ നമ്മളില്ല, അടുത്തില്ല കേട്ടാ. ആണല്ലേ? ഓക്കെ ഓക്കെ. ഇത് എത്ര ദൂരമുണ്ട് റോഡിൽ നിന്ന് ലോറിയിലേക്ക് കയറ്റാൻ എളുപ്പത്തിലുള്ള സ്ഥലമാണോ? അവിടുന്ന് വേറെ വിഷയമൊന്നും ഇല്ല. നടത്തി അവരെ കൂടെ തന്നെ കടന്നു ലോറി തന്നെ കയറ്റുന്നു പറഞ്ഞു. ലോറി കയറ്റി ഇപ്പൊ തന്നെ കൊണ്ടുപോകും. താമസമില്ല അല്ലേ? താമസമില്ല. ശരി ശരി. ആരോഗ്യവാനാണ്? ആരോഗ്യവാനാണ്, കുഴപ്പമൊന്നുമില്ല. വേറെ ആനയ്ക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല. അവിടെ ഈ ആനശല്യമുള്ള സ്ഥലമാണോ ആ പ്രദേശം? ഈ പ്രദേശം ആന ശല്യമുള്ള, കാട്ടാന ശല്യമുള്ള മേഖല തന്നെയാണ് കേട്ടോ. ആണല്ലേ? ഓക്കെ. എന്തായാലും താങ്ക് യു. എൽദോസ് ബേബി കുട്ടമ്പുഴ വാർഡംഗമാണ് പ്രതികരിച്ചത്. ഈ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞു. അത് ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ സമീപത്ത് തന്നെയുണ്ട് എന്നുള്ളതാണ്. നാട്ടാനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഉള്ളിലേക്ക് കയറിപ്പോയ സാഹചര്യവുമില്ല. അതും ആശ്വാസകരമാണ്. പരുക്കില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. രാവിലെ മുതൽ നടത്തിയ തെരച്ചിലാണ്. തെരച്ചിലിനൊടുവിൽ സാധുവിനെ കണ്ടെത്താൻ കഴിഞ്ഞു. പുതുപ്പള്ളി സാധുവിനെ ഷൂട്ടിംഗ് ലൊക്കേഷന്റെ സമീപത്ത് നിന്ന് തന്നെ കണ്ടെത്തി എന്നുള്ളതാണ്. ഇനി പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. എൽദോസ് ബേബി നാട്ടുകാരനാണ്, വാർഡ് മെമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം. ഡാനി, എന്തായാലും എൽദോസ് ബേബി എന്ന വാർഡ് മെമ്പർ പറയുന്നത് ആശാവഹമായിട്ടുള്ള കാര്യമാണ്. കാരണം അത്രമാത്രം ദൂരമില്ല. ഓക്കെ, റൈറ്റ്. ഡാനി അവിടെ നിന്നുള്ള വിവരങ്ങൾ വരും ബുള്ളറ്റിൽ നൽകും.